ചെയ്തു പോകും. നമ്മളൊക്കെ ചിലപ്പോൾ വില കൂടുതൽ ചെയ്യും. കാരണം 60 ലക്ഷം രൂപ നമ്മൾ തല്ലിക്കൊന്നാറ്റി അറിയും. ദിയയും കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ അത് അവർ തന്നെ എന്താ പറയുക, ഇങ്ങനെ ജാതീയമായ അധിക്ഷേപമൊന്നും അതിൽ വലിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റേ കുട്ടി കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒന്ന് പറയാനുള്ളത്, ആരും വിശ്വസിക്കരുത്. ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്നതൊക്കെയല്ല ആൾക്കാർ, എല്ലാവരും ഫേക്കാണ്, ആരും ഒറിജിനൽ അല്ല. ഇത് കൂടാതെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ തിരക്കിയപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ദിയാകൃഷ്ണൻ്റെ ഫാമിലി അവരെ ഭാഗം പറയുന്നു, ഈ കുറ്റാരോപിക്കപ്പെട്ട കുട്ടികൾ അവരെ ഭാഗം പറയുന്നു. ജോലിക്ക് നിർത്തിയാണെങ്കിൽ എൻ്റെ ശമ്പളം പറ്റി പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പാണ്. അപ്പം ആ ഷോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം? എന്താണ് ആ പെൺകുട്ടികൾ, അതും പെൺകുട്ടികളോ, അതായത് 10-22 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്? അതെ, ഇപ്പോൾ ലൈക്ക് അവർ ചെയ്ത തെറ്റ് തന്നെയാ. പിന്നെ ഇങ്ങനെ ജാതീയമായ അധിക്ഷേപമൊന്നും അതിൽ വലിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ജാതിപരമായിട്ടൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അവരെ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ജാതിപരമായ അതെ, അല്ല, ആ പെൺകുട്ടികളുടെ പേരില ഞാൻ തെറ്റുണ്ടെന്ന് പറഞ്ഞേ. അവരിങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറച്ച് ലൈക്ക് ഇങ്ങനെ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യമൊന്നും എടുത്തിടേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാണ്. ലൈക്ക് പുള്ളിക്കാരി ഭയങ്കര ജെന്യൂൻ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. OC. അതെ. 3 പേര് സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് പണം മോഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ 3 പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ്. കാരണം നമ്മളും ഓരോരുത്തർ വർക്ക് ചെയ്യുന്നയാളല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അതാരും കളയാൻ പാടില്ല. പിന്നെ ആസ് ആൻ ഓണർ ദിയയും കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ അത് അവർ തന്നെ എന്താ പറയുക, അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കത് മിസ്റ്റേക്ക് വന്നു പോയി എന്നുള്ളത്. പക്ഷേ ഇതെല്ലാവർക്കും ഒരു പാഠമായിട്ട് എടുക്കാത്തത് തന്നെയാണ്. ഇതിൽ 2 കാര്യം നോക്കാണ്ട്, ഇപ്പോൾ ഇത് മീഡിയകളിൽ വന്ന ആരോപണം മാത്രമാണ്, കേസ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ദിയാകൃഷ്ണൻ്റെ ഫാമിലി അവരെ ഭാഗം പറയുന്നു, ഈ കുറ്റാരോപിക്കപ്പെട്ട കുട്ടികൾ അവരെ ഭാഗം പറയുന്നു. അപ്പം തെറ്റവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴി പണം അക്കൗണ്ടിലേക്ക് വാങ്ങിയെന്ന് പറയുന്നത് അവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ കുറേ തെളിവുകൾ ഉണ്ടായിരുന്നു, അവരെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, CCTV ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാം അവർക്കെതിരായിട്ട് ആ പെൺകുട്ടികൾ ഒളിവിലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അല്ല, അവർ തെറ്റാണ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ ശിക്ഷിക്കപ്പെടട്ടെ. തെറ്റ് ഈ കേസ് മാത്രമല്ല, ഏത് കേസിലായാലും തെളിയിക്കപ്പെടട്ടെ. അവരവരെ ഭാഗം പറയുന്നുണ്ട്, മറ്റവരെ ഭാഗം പറയുന്നുണ്ട്. അത് ഒരാളെ ജോലിക്കെടുക്കുമ്പം നോക്കിയും കണ്ടും വേണം എടുക്കാൻ. അല്ലാതെ ഇപ്പോൾ അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഒരാളെ നമ്മളിപ്പോൾ ജഡ്ജ് ചെയ്യുന്നത് അയാളെ പുറമേ ഉള്ളത് കണ്ടിട്ടല്ല. ഇപ്പോൾ എടുക്കുമ്പം ഒരാളെ നമ്മൾ എന്താണ് അയാളെ സ്വഭാവം മാത്രം നോക്കാതെ അയാൾ എന്തൊക്കെ പ്രൊഫഷനാണോ, അയാൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി പങ്കെടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് എടുക്കാൻ. അതായത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര എനിക്ക് പറയാനുള്ളത്. അത് അവർ ബന്ധുവല്ല, അവർ എടുത്തതാണ്. പക്ഷെ അവര് നിന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ ബന്ധുക്കളെന്ന് പറയണം കൊണ്ടുവന്നത്. അത് മാത്രമല്ല, അവരെ അടുത്ത കൂട്ടുകാരെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. ഇപ്പോൾ ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ സൗഹൃദവും ബന്ധങ്ങളല്ല നോക്കേണ്ടത്. ആളെങ്ങനെയാണ്, അവൻ കള്ളത്തരം ചെയ്യുന്നവനാണോ അല്ല ചെയ്യുന്നവളാണോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും വന്നിട്ട് ഇപ്പോൾ ഒരു പുറമേ നോക്കുമ്പോഴും അല്ലെങ്കിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഒരിക്കലും ഇതാക്കരുത്. അവൾ ഉള്ളിലുള്ള സ്വഭാവമുണ്ട്, അത് നോക്കിയിട്ടാണ് ആളെടുക്കാൻ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് കള്ളത്തരം കാണിച്ചാൽ എന്നെ പിടിച്ചകത്തിടും. എന്നെ വെറുതെ എടുക്കാൻ അവിടെ ആവശ്യമില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും തിരിമറി കാണിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും അവിടെ നിന്ന് പുറത്താക്കുമല്ലോ. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളെടുക്കുന്നത് അയാളെ പേഴ്സണലി സ്വഭാവം നോക്കിയിട്ട് വേണം എടുക്കാനുള്ളത്. അല്ലാതെ ഒരിക്കലും എന്തിനാണ് എൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ആരെയും എന്തിനാണ് എനിക്കൊന്ന് പറയാനുള്ളത്, ആരും വിശ്വസിക്കരുത്. ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്നതൊക്കെയല്ല ആൾക്കാർ, എല്ലാവരും ഫേക്കാണ്, ആരും ഒറിജിനൽ അല്ല. അത്രയേ ഉള്ളൂ. നമസ്കാരം. വളരെ വിവാദമായ ഒരു കേസാണ്. കുമാറിൻ്റെ മകളുടെ ദിയാകൃഷ്ണയുടെ OC എന്ന സ്ഥാപനത്തിൽ അവിടെ നിന്നിരുന്ന സ്റ്റാഫ്, അതായത് ചീറ്റിംഗ്, പണത്തട്ടിപ്പ് നടത്തുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ അവർ തിരിച്ച് പണം കൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കുകയും കുറച്ച് ശതമാനം മാത്രം പൈസകൾ കൊണ്ട് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഈ 3 വ്യക്തികൾ, അതായത് ദിയാകൃഷ്ണയെ അതായത് OC എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റി ചീറ്റ് ചെയ്ത ആ 3 വ്യക്തികൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അവർ പൈസ കൊണ്ട് കൊടുത്തത്
സ്വർണം പണയം വെച്ച്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഫ്ലോറൻസ് ഫിനാൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അവർ സ്വർണം കൊണ്ട് പണയം വെക്കുകയും അവിടെ നിന്ന് പണം കൊണ്ട് ഇവർക്ക് നൽകുകയും ആണ് എന്നാണ് പറഞ്ഞത്. ഇതിൽ 1-2 പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഈ സ്ഥാപനം തുറക്കാത്തൊരു 9:30-10 മണി അടുപ്പിച്ചാകും. ഇവർ പണം കൊണ്ട് നൽകിയത് 9:30-10 മണിക്ക് അകത്ത് വെച്ചാണ്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പും വരുന്നുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ തിരക്കിയപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെ 3 പേര് ഇവിടെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ടില്ല. അതിൽ ഒരാൾ തുച്ഛമായ ഒരു എമൗണ്ടിന് മാത്രമേ പണയം വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇവർ 4 ലക്ഷം ആദ്യം കൊടുത്ത് പിന്നീട് 4 ലക്ഷം, ഏകദേശം 8 ലക്ഷം കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് എമൗണ്ട് സ്വർണം പണയം വെക്കണം, എങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു കള്ളമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. കാര്യം ഈ സ്ഥാപനത്തിൽ തിരക്കാൻ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇങ്ങനെ ആരും ഈ പറയുന്ന 3 പേരും അന്നേ ദിവസം ഇവിടെ സ്വർണം പണയം വെച്ചിട്ടുമില്ല, ഇത്രയും വലിയ എമൗണ്ടിന് പണം കൊടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ കള്ളം ഇവിടെ പുറത്തു വരുന്നു. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതേ തുടർന്ന് പല തെളിവുകളും കൃഷ്ണകുമാറും കുടുംബവും പുറത്ത് വിടുകയും അവർ ഒളിവിൽ പോവുകയും ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ അവരുടെ സ്വന്തം നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങളുമായി ഞാൻ അവരുടെ നാട്ടിലും അവരുടെ ചുറ്റുഭാഗത്തോട്ടും പോവുകയാണ്. തുടർന്ന് കാണാം. നമ്മളെ ദിയ കൃഷ്ണയുടെ കേസാണല്ലോ, കൃഷ്ണകുമാറിൻ്റെ മകളുടെ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു മോഷണം നടത്തിയിട്ടുണ്ട്, സ്ഥാപനത്തിൽ ആൾ നിർത്തി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നിങ്ങൾ യങ്സ്റ്റേഴ്സൊക്കെ ആണല്ലോ. അപ്പം എനിക്കതിൽ പറയാനുള്ളത് ദിയ കൃഷ്ണ നിരപരാധിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആൾ അത്രത്തോളം ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. മറ്റേ കുട്ടി കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ദിയ കൃഷ്ണയാണ് നിരപരാധി. 60 അതെ. അതുകൊണ്ട് എനിക്ക് അവർ ഫേക്കായിട്ടാണ് തോന്നുന്നത്. തനിക്ക് അർഹതയില്ലാത്തൊരു പൈസ എടുക്കാൻ പാടില്ല. അവിടെ ജോലിക്ക് നിർത്തിയാണെങ്കിൽ എൻ്റെ ശമ്പളം പറ്റി പോവുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ അതിനകത്തേക്ക്. പെട്ടെന്ന് പൈസ എടുത്തിട്ട് അവർ പിടിച്ചപ്പോൾ അവർ ജാതി അധിക്ഷേപം ചെയ്യുമെന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറയാൻ പാടില്ല. വാസ്തവം ഉണ്ടെങ്കിൽ നടപടി എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയുന്നത് ശരിയായ നടപടിയല്ല. അത് പ്രത്യേകിച്ച് വാർത്ത എനിക്ക് നല്ലതായിട്ട് എനിക്ക് അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. കുട്ടിയുടെ സ്ഥാപനത്തിൽ നിന്നിട്ട് പൈസ മോടിച്ചിട്ട് പോയൊരു കേസാണ്. അത് കേട്ടായിരുന്നല്ലോ. അത് ആരുടെ ഭാഗത്താണ് ശരി? അല്ലെങ്കിൽ അത് തന്നെ എനിക്കത് കാര്യമായിട്ട് പറയാൻ ഞാൻ അത്ര നല്ലതാണ്. ആ വാർത്ത അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ കണ്ടിരുന്നു, അത്ര കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ. അവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അവർ തടങ്കലിൽ വെച്ചെന്ന് പറയുന്നു. അപ്പോൾ അതും നിയമവാഴ്ച ഉള്ളൊരു രാജ്യത്തിൽ അത് ചെയ്ത തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റേ 3 പേരുടെ ഭാഗത്തു നിന്ന് ഫ്രോഡ് പരിപാടി നടന്നിട്ടുണ്ടെന്നും പറയുന്നു. കാശുണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഫ്രോഡ് പരിപാടി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ തോന്നിയില്ല, കാണുന്നവർക്കെല്ലാം അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകാനുള്ള കാരണക്കാർ ഇവരാണ്, ഈ 3 പേരാണ്. തട്ടിക്കൊണ്ട് പോയിട്ടില്ല. CCTV ദൃശ്യമൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. തട്ടിക്കൊണ്ട് പോയിട്ടില്ല, പക്ഷെ ഒരു തടങ്കലിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. അതൊരു തടങ്കലാണ്, അത് ക്രൈമല്ലേ. ഞാനാണെങ്കിലും ഇപ്പം സ്ത്രീകളാണ്, ഞാൻ 3 പേരെ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുത്തില്ല, അത് തടങ്കൽ തന്നെയാണ്. അതിപ്പം ദിയാകൃഷ്ണനാണേലും ഞാനാണേലും അല്ല, അങ്ങനെയാണ്, ഉറപ്പായിട്ട് തടങ്കലാണ്. അപ്പോൾ അവർ കാരണം അവർക്കിപ്പോൾ അത്രത്തോളം ഒരു പിടിപാടുണ്ട് എന്നതുകൊണ്ടാണ് അവർ ചെയ്തത്. ഞാനൊരു സാധാരണക്കാരാണ്, എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കും കാശുകൾ തരാനുള്ള പലരും കാണും. എനിക്ക് അവരെ ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അവരെനിക്ക് ഒരിക്കലും ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ ഹോൾഡ് വെച്ചിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അത് സാധാരണക്കാരൻ്റെ നിലയ്ക്ക് എനിക്കതിനോട് അഭിപ്രായമില്ല. പിന്നെ മറ്റുള്ളവർ അവർ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നതിന് ഇവർ കാശ് തട്ടിക്കൊണ്ട് പോയെങ്കിൽ അതും ഫ്രോഡ് പരിപാടി. 60 ലക്ഷം അതും ഫ്രോഡ് പരിപാടി. 2 പേരും ഈ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു മറ്റ് 3 ആളുകളായിരിക്കും കൂടുതൽ കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. മറ്റേതൊരു ഇമോഷൻ ബേസിൽ അവർ ചെയ്തതാകാം. നമ്മളാരായാലും ചെയ്തു പോകും. നമ്മളെങ്ങനെ ചിലപ്പോൾ വില കൂടുതൽ ചെയ്യും. കാരണം 60 ലക്ഷം രൂപ ചിലപ്പോൾ നമ്മൾ തല്ലിക്കൊന്നാറ്റി അറിയും. അങ്ങനത്തെ ഒരു നമുക്കറിയാം. കാരണം നമ്മളിന്നായാലും ബേസിക്കലി എനിക്ക് പുള്ളിക്കാരുടെ അച്ഛനുമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് എതിരുള്ള ഒരാളാണ്. എന്നാലും ഉള്ള പോലെ പറയണമല്ലോ. 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി അവർ കൂടുതലും കുറ്റക്കാരാണ് മറ്റവരായിരിക്കും. ആ 3 ആളുകളായിരിക്കും. അവരുടെ 3 അവിടുത്തെ ജോലിക്കാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അഭിപ്രായം.